ഞാൻ കഴിഞ്ഞ ദിവസം മദ്രാസ് മെയിലിൽ യാത്ര ചെയ്യുമ്പോഴാണ് ശ്രീ തോമസ് ഐസക്കിന് അദ്ദേഹം കുറേ എന്തൊക്കെയോ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് ഞാൻ മാനിഫെസ്റ്റോ തയ്യാറാക്കാറ്. ഇപ്പം എനിക്ക് പിടികിട്ടി പിണറായിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി ഐസക്ക് തയ്യാറാക്കിയ സാധനമാണത്. അത് ഈ പിണറായി വായിച്ചുമില്ല. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഞാനിത് തയ്യാറാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഈ സാധനം ഈ പുള്ളി വായിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ പറയുക എത്ര ലാഘവത്തോടെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാനിഫെസ്റ്റോ ഒന്ന് വായിച്ചു പോലും നോക്കാതെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്ര അപമാനകരമായ സംഭവമാണ്. എന്നിട്ട് പ്രതിഷേധം ഉയർന്ന് ഇത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ നിയമസഭയിൽ അവരുടെ നിലപാട് ഇതായിരുന്നു. അന്ന് ഞങ്ങൾ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് നിലപാട് തിരുത്താൻ തയ്യാറായത്. കേന്ദ്രം ബഫർ സോൺ തീരുമാനിക്കാനായി വന്നപ്പോഴാണല്ലോ ഇവിടൊക്കെ ഈ പത്തനംതിട്ട ജില്ലയുടെ പല മേഖലകളിലും പ്രശ്നമുണ്ടായി, ഇടുക്കിയിൽ പ്രശ്നമുണ്ടായി, അങ്ങനെ പല സ്ഥലത്തും പ്രശ്നമുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴിത് തിരുത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതാണ് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കൽ എന്നുള്ളത്. കാരണം ഇവർ നേരത്തെ എടുത്ത നിലപാട് ഇത് തന്നെയായിരുന്നു. അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രത്യേകിച്ച് കാർഷിക മേഖല കർഷകരെ കുടിയേറ്റ കർഷകർക്കെതിരായിട്ടുള്ള നിലപാടാണ് അന്നും ഇന്നും എന്നും CPM ഉള്ളത്. അതാണ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത്. എന്നിട്ട് മാനിഫെസ്റ്റോ തിരുത്തുന്നു എന്ന് പറയുന്ന ആരെ കബളിപ്പിക്കാൻ?